ഹലോ മൈ ഡിയേഴ്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. പെസഹായിക്ക് വന്നിട്ട് പോയതാണ്, പിന്നെ ഒരനക്കവും ഇല്ലല്ലേ. ഇനി ഇപ്പോഴാണ് ഞാൻ മെല്ലെ ഒന്ന് പോകുന്നത്. അപ്പം വീടില്ലാത്തതൊരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ട്രൈപ്പോഡ് ഉണ്ടായിരുന്നേ, അത് പിള്ളേരത് ഒടിച്ച് കളഞ്ഞതേ. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ ഡെയിലി വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട്. അതൊക്കെ ഞാൻ രണ്ടാമത്തെ ട്രൈപ്പോഡ് വാങ്ങിയെങ്കിലും അത് ആദ്യത്തെ ട്രൈപ്പോഡ് പോലെ അതാകെ ഇങ്ങനെ മാത്രമേ നിൽക്കുകയുള്ളൂ. മീൻസ് അതിനിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ട്രൈപ്പോഡിനാണ്, പക്ഷെ അതിങ്ങനെ തിരിക്കാനും മറിക്കാനും ഒന്നും അങ്ങ് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോസ് എടുക്കാത്തത്. ഇപ്പോൾ ഒരെണ്ണം വാങ്ങിയിട്ട് എടുക്കാണ്ട്. അതിപ്പോൾ ഒന്ന് ഞങ്ങൾ പുറത്ത് പോവാം. ഞാനും പിള്ളേരും കൂടി തയ്ക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതും ഒന്ന് വാങ്ങണം. അതുകൂടാതെ ഒന്ന് രണ്ട് സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കേണ്ട, അതൊന്ന് കടയിൽ ഏൽപ്പിക്കണം. അങ്ങനെ പിന്നെ കുറച്ച് സാധനം വാങ്ങുക, അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും ദിവസം ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം മഴ, ഉച്ചയ്ക്ക് ശേഷം ഒരു നല്ല മഴയായിരിക്കും, ഇടിയും മഴയും കാറ്റും. ഇന്നിപ്പോൾ എന്തായാലും മഴയോ കാറ്റോ ഒന്നുമില്ല, നല്ല വെയിലാണ് പുറത്ത്. ഇപ്പോൾ ഏകദേശം ഒരു 3:45 കേട്ടോ. അപ്പോൾ ഞാൻ പുറം കാണിച്ചു തരാം. കണ്ടോ, ഇന്നിപ്പം മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ് പുറത്ത്. നെയ്മാരെയും കൂട്ടി ഒന്ന് വേഗം പുറത്ത് പോയാക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. വെയിലത്ത് സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. സൺസ്ക്രീൻ ഇടാതെ ഞാൻ ഇട്ടത് എന്താ, ഈ ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീമാണ്. ഇനി സൺസ്ക്രീൻ ഇടാൻ വയ്യ, പോവാം. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഈ വെയിലത്ത് എന്തിട്ടിട്ട് എന്ത് കാര്യം, എന്തിട്ടാലും നമ്മൾ വിശർത്ത് അതങ്ങ് പോവും. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇടാറില്ല. പിന്നെ എന്തായാലും ഇട്ടിട്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനമല്ലോ. ഇച്ചിരി പൗഡറും ഒരു BB ക്രീമും മാത്രം ഇട്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം തന്നെ വിശർക്കാൻ തുടങ്ങി. എന്നെ ചൂടാലും ഇരിക്കാനും നിൽക്കാനോ ഒന്നും വയ്യ, ഒരു പണിയെടുക്കാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്കും ചൂടാ. അപ്പോൾ ഞാൻ പൗഡർ ഇട്ടതാട്ടോ. എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്ത് മേക്കപ്പ് ചെയ്താലും, എന്ത് ഫൗണ്ടേഷൻ ഇട്ടാലും, എന്ത് സാധനം ഇട്ടാലും അതിൻ്റെ മേലെ ഒരു ശകലം പൗഡർ ഇട്ടില്ലെങ്കിൽ ഇതൊരു സമാധാനമില്ല. എന്താ പൗഡർ ഇട്ടാലും ഒരു സമാധാനമുള്ളൂ. എനിക്ക് എന്താ ചെയ്യണ്ടേ? കണ്ണൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ, എന്തിനാ വെറുതെ കണ്ണൊക്കെ എഴുതിയിട്ട് ചൂടത്ത് പോകുന്നത്. കുറച്ച് ലിപ് ബാം ഇടാം. എന്തിൻ്റെ ലിപ് ബാമാ? ബേബി ലിപ്സ്. ഇത് കുറച്ചൊരു അതിൻ്റെ ഒരു കളർ വരും കേട്ടോ ലിപ്പിൽ ഇതിട്ടാൽ തന്നെ. ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനത്തേക്ക് ഇട്ടാൽ അങ്ങനത്തെ ലിപ് ബാം വാങ്ങി ഇട്ടാൽ മതി. ചെറിയൊരു കളറ് ചുണ്ടിന് കിട്ടും. ഞാൻ എൻ്റെ ചുണ്ടിൽ വേഗം ഡ്രൈ ആവും, അതുകൊണ്ട് ഞാൻ ഈ ലിപ് ബാം ഇട്ട് അതിൻ്റെ പുറത്തേക്ക് ഇട്ടാറുണ്ട്. വേഗം ഡ്രൈ ആയിപ്പോവും. ലിപ്സ്റ്റിക്ക് ഇച്ചിരി മതി, ആർഭാടമൊന്നുമില്ല. ഇപ്പം തന്നെ ആർഭാടമായില്ലേ. പോട്ടെ. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? കമ്മലിട്ടാക്കാം. ഞാൻ ഇങ്ങനത്തെ ഫാൻസി കമ്മലുകൾ ഇടുന്നത് എനിക്കങ്ങനെ കുറവാട്ടോ, ഇടാറില്ല. ഞാൻ ഓർത്തിന് കുറച്ച് കാലം നീ ഫാൻസി കമ്മലിട്ട് നോക്കാം. ഇങ്ങനത്തെ കൂട്ടതല്ലേ, ഇങ്ങനത്തെ ഫാൻസികളൊന്നും ഞാൻ ഇടാറില്ല. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടോ ഞാൻ. ഇനിയും കുറച്ചെല്ലാം കൂടി വരാനുണ്ട്. കുറച്ച് വലുതാണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും മുഴുപ്പുകളൊന്നും ഇടാറില്ല. ആരുമില്ല, ഇതൊക്കെയല്ലല്ലോ നമ്മൾ ഇട്ട് പഠിക്കുന്നത്. ഇട്ടാക്കാം നമുക്ക്. ഈ 2 ദിവസം ഇടാതിരുന്നപ്പോഴേക്ക് ഓട്ടം അടഞ്ഞു പോയോ? രസമുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഇതായിട്ട് നിൽപ്പുണ്ടോ? ഓക്കെ, ചേരുന്നുണ്ടല്ലേ. മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ കാണത്തില്ല. ഈ അതിലും കൂടെ ഇട്ടാക്കാം. ഓക്കെ, മുടി ശല്യമാണല്ലോ. ഓക്കെ, കൊള്ളാല്ലേ? ഇക്കായോ അതിന് ഭംഗി വെച്ചോ.
ഇപ്പം എന്തായാലും ഇത് ഊരാനും പോകുന്നില്ല. പോകുന്നത് ഇതൊക്കെ പൗഡറായി പൊട്ടും കൂടി തൊട്ടാക്കാം. പൊട്ടൻ്റെ ഒരു പൊട്ടുണ്ട് ഇതിനെന്തോടാ. ഇതിപ്പോൾ എന്തിനാ തൊടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ജുവാൻ പറിച്ചു കളയും. ജുവാന് നെറ്റിയാൽ പൊട്ട് കാണുമ്പം പൊട്ട് എൻ്റെ നെറ്റിയാലാണേലും അസ്വസ്ഥത അവന് പറിച്ചു കളയും. ചെറുക്കാൻ തുടങ്ങി. ഇപ്പം എല്ലാം തേച്ചതല്ല, ഇപ്പം തന്നെ ഞാൻ തൂത്ത് കളയും. അത്രയും ചൂടാ. ഇവിടുത്തെ ഈ റൂമിലെ ഫാനിനും കറങ്ങുന്നില്ല, എന്തോ പ്രശ്നം പറ്റി. ഓക്കെ, എത്ര പ്രശ്നമില്ല. ഇച്ചിരി സ്പ്രേയും കൂടി അടിച്ചിട്ട് വിട്ടാക്കാം, സ്ഥലം വിട്ടാക്കാം. കുളിച്ചില്ലെങ്കിൽ സ്പ്രേ അടിക്കണം നല്ലല്ലേ. ഫുൾ ലുക്ക് കാണിച്ചു തരാം. ഹെയർ ഇങ്ങനെ ഇട്ട പോവാന്ന് തോന്നുന്നു. ഇതാട്ടോ ഫുൾ ലുക്ക്. ടോപ്പ് താഴേക്ക് കാണത്തില്ല അല്ലേ, എത്ര കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ പോകുമ്പോൾ വീഡിയോ അടിക്കാം കേട്ടോ. പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കേ, 4 മണിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാ. ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. വെയിലെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പല പല സ്ഥലങ്ങളിൽ ഇറങ്ങണം. അപ്പം എന്തായാലും നടക്കണം. അപ്പം നടന്നു പോകാലോ എന്ന് വിചാരിച്ചു. ആ പറ. ഓക്കേ, വാ. ഗേറ്റ് അടയ്ക്കണോ? ഗേറ്റ് അടയ്ക്കുന്നില്ല, പോയേക്കാം. വാ ചോദിച്ചു. ഞങ്ങൾ ഇല്ല ഇല്ല, ആരുമില്ല. വിജനമായ വഴിയല്ലേ. ഓടല്ല ജുവാനേ, മെല്ലെ മെല്ലെ പോണേ. ഇത് കണ്ടോ എൻ്റെ മതിലേൽ? ഇത് ഞാനൊരു കുഞ്ഞു സാധനം കൊണ്ട് നട്ടതാ. ഓ, ഇത്രയായി. ഫ്രാങ്കിളിനാണോ ഓടുന്നേ? ഒരു കുഞ്ഞ് കറക്റ്റ് 1 വർഷമായപ്പോഴേക്കും ഇത്രയായി കേട്ടോ. ഞാൻ ഇന്ന് ഈ പ്രാവശ്യം കുറേ സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞാക്കി പറിച്ച് വെച്ചു. മതിൽ നിറച്ചു ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പറഞ്ഞേ ആ സൂപ്പർ മാർക്കറ്റിലല്ലടാ പോകുന്നത്. ഒരാൾ മുമ്പിലേ ഓടുന്നുണ്ട്, ഒരാളെ കാണിക്കണം. അവർ രണ്ടും പിണക്കുവാ. വീട് ഇല്ല, വീടും ഞങ്ങൾ പോയ പോലെ തന്നെ തിരിച്ചു വന്നു. പോയത് നടന്നു പോയെങ്കിൽ തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വന്നു, അത്ര മാത്രം. എന്ന് ഗൂഗിൾ പേ ആയിരുന്നു, കയ്യിൽ പൈസ ഇല്ല, അക്കൗണ്ടിലായിരുന്നുണ്ടായിരുന്നു. അപ്പം ഗൂഗിൾ പേ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ? എന്താണെന്ന് അറിയത്തില്ല. ഗൂഗിൾ പേ അവിടെ ചെന്നപ്പോഴേക്കും ഫസ്റ്റ് ഞങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ പോയിട്ട് അവർ ഓൾറെഡി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പൈസ അവരുടെ കൊടുത്താക്കാന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോൾ BSNL നെറ്റാണ് കേട്ടോ. സിമ്മായിട്ടാണ്, BSNL സിമ്മാണ്. എന്താണെന്ന് അറിയത്തില്ല, അതാവുന്നേ ഇല്ല. കുറേ ഞാൻ പരിശ്രമിച്ചു. ലാസ്റ്റ് ഞാൻ പിന്നെ പക്ഷെ അതിങ്ങനെ പേയ്മെൻറ്റ് പ്രോസസ്സിങ് അങ്ങനെയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഓർത്ത് ഇപ്പം എന്നെ കാണിക്കുന്നത്. ഇനിയിപ്പം പിള്ളേരാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അത് വാങ്ങണം ഇത് വാങ്ങണം. അപ്പം നമ്മളിത് തയ്ക്കാൻ കൊടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് ഉമ്മാർ കൂടെ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ പേ ചെയ്താൽ വർക്കാവുന്നില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ പരിചയമുള്ള ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ചേട്ടന് ഫോണും വിളിച്ച് ഓട്ടോറിക്ഷ കയറി സ്ഥലം വിട്ടു. പാവം പിള്ളേർ. ജുവാൻ എന്നിട്ട് ഭയങ്കര സങ്കടം, പുറത്തിരുന്ന് കരയുന്നില്ല. അവരും അവർക്ക് പ്രത്യേകിച്ചൊന്നും എടുത്തു. കുഞ്ഞ് ഐസ്ക്രീമില്ല, മാംഗോ ബാർ, ചോക്കോ ബാറോ അതെന്തെങ്കിലും അവർക്ക് മതി. അത് വാങ്ങണമെങ്കിൽ ഗൂഗിൾ പേ വർക്കാവണ്ടേ. ഗൂഗിൾ പേ കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല, കൈ പൈസ പിടിച്ചിട്ട് തന്നെ പോകണം. ഞാനാണെങ്കിൽ അധികം വീഡിയോ ഒന്നും എടുക്കാതെ ഫോണിൽ അങ്ങനെ ചാർജ് നിൽക്കുന്നില്ല ഫോണിൽ. അപ്പം പിന്നെ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് എല്ലാ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം വീഡിയോ ഒക്കെ പിടിച്ചിട്ട് വരാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് പോയത്. എന്ത് ചെയ്യാനാ, നെറ്റ് ചതിച്ചു. നെറ്റിൻ്റെ പ്രശ്നമൊന്നും, കാരണം തിരിച്ച് ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് എല്ലാം നോക്കുമ്പോൾ എല്ലാം സെറ്റായി. ഗൂഗിൾ പേ എല്ലാം ചെയ്യാൻ വർക്കാവുന്നുണ്ട്. അപ്പോൾ നെറ്റിൻ്റെ കുഴപ്പമായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ചു വന്നാൽ ഇപ്പം നല്ലോണം മഴയും പെയ്യുന്നുണ്ട്. ഇത് വേറൊരു ദിവസം പോവാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ. ഗൂഗിൾ പേയിലൊന്നും വിശ്വസിച്ചിട്ട് ഒരു വഴി പോകാൻ പറ്റത്തില്ല അല്ലേ. അറിയില്ല.
ജുവാൻകുറ്റ പാവം ഐസ്ക്രീം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പോയതല്ല ജുവാനെ. ഇവിടെ മഴയാ, മഴക്കാറ്. ഇവിടെ എല്ലാ ദിവസവും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴയായിട്ട്, ഇടിയും മഴയും കാറ്റും. ചെറിയ മഴയൊന്നുമല്ല, അത്യാവശ്യം നല്ല മഴ. നല്ല തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യാൻ വേണ്ടി. കണ്ടോ മഴക്കാറ്, മഴ എവിടുന്നേ ഇങ്ങ് വരുവാ, ഇങ്ങോട്ടേക്ക് വരും. നല്ലൊരു ആഞ്ഞിരിപ്ലാവാണ് നിൽക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, ആഞ്ഞിരിച്ചക്ക കാണുന്നുണ്ടോ? സൂം ചെയ്തിട്ട് ഇടിമുട്ടുന്നുണ്ട്. പക്ഷെ ഇതിൽ വീഴുന്ന ഇതേന്നൊന്നും ഉണ്ടല്ലോ, ആഞ്ഞിലി ചക്ക അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവാറില്ല. ഒറ്റ പ്ലാവാന്നൊന്നും സാധനമൊന്നും കിട്ടാറില്ല. ഈ ചൂടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ല ആശ്വാസം കേട്ടോ നമുക്ക്. രാത്രിക്ക് കുറേ ചൂട് കുറവുണ്ട്, ഒരു നല്ലൊരു തണുപ്പ്. നല്ലോണം പെയ്യണം എന്നാലാണ്. ഇതിപ്പം അത്യാവശ്യം നല്ലോണം പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരുന്നത് കണ്ടോ. അത്യാവശ്യം നല്ല എന്താ തുള്ളി, റോഡിലോട്ട് നോക്കിയാൽ തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? മഴയൊക്കെ പോയി കേട്ടോ. 6:05 ആയി. ജുവാന ഉറങ്ങി, ജോഷു TV കാണുന്നുണ്ട്. അപ്പം പാല് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തു കുപ്പിയും വെച്ചിട്ട് പാലെടുത്തിട്ട് വരാം, ചായ ആക്കി കുടിക്കാമല്ലോ. എല്ലാവർക്കൊക്കെ ജോഷുവിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചായ ആക്കി എന്തായാലും കടിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാല് രാവിലെയും വൈകിട്ടും കേട്ടോ വാങ്ങുന്നത്. പാലിവിടെ ഇങ്ങനെ കൊണ്ടുവെക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പാലിങ്ങനെ ഈ മതിലിൻ്റെ ഇവിടെ കൊണ്ടുവച്ചോളും വെച്ച് രാവിലെ വൈകിട്ടൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പകരം വേറെ കുപ്പി വെച്ചിട്ട്, ഈ കുപ്പി വെച്ചിട്ട് ഈ പാലിങ്ങ് എടുത്തുകൊണ്ട് പോരും. ഇത്രയേ ഉള്ളൂ പരിപാടി. മഴ പോയതിൻ്റെ മഴക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആകാശം തെളിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം വലിയ കാറ്റും മഴയായിരുന്നു ഇവിടെ. എന്നാ കാറ്റും മഴ. അപ്പം ആ മുമ്പിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, ഉണ്ടോ, പകുതി ഒഴിഞ്ഞ തെങ്ങിൻ്റെയൊക്കെ അടുത്തായിട്ട്. ആ പ്ലാവ് ഒടിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ പുറത്തേക്ക് വീണു കേട്ടോ. വലിയൊരു പ്ലാവായിരുന്നു, നിറച്ചും ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്രയും വലിയ പ്ലാവൊക്കെ ഒടിഞ്ഞ് വീണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ എന്തൊരു കാറ്റായിരുന്നു എന്നാൽ. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പം ചെറിയൊരു ഇടിയുടെ ഒച്ചയുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മഴ പെയ്ത അന്തരീക്ഷം എന്ത് രസമല്ലേ. ഫുള്ള് മഴ ആയതുകൊണ്ടാണ് ഫ്രണ്ടിലെല്ലാം നിറച്ചും കാടായി. ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞ് വേനലൊക്കെ തുടങ്ങാനാകുമ്പോഴേ ഇവർ കാടൊക്കെ വയക്കൊക്കെ കളയത്തുള്ളൂ. പക്ഷെ നല്ല രസം കേട്ടോ. രാവിലേക്ക് എണീറ്റിട്ട് ഈ കാട്ടിലേക്ക് നോക്കിയിരിക്കുക. കാടൊന്നുമില്ല, റോഡൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരു പറമ്പിൽ താമസമൊന്നുമില്ല. പറമ്പിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിലല്ലേ പറമ്പായാലും ആൾക്കാർ വൃത്തിയാക്കിയിട്ടുള്ളൂ. കവുങ്ങോ തെങ്ങോ എന്തെങ്കിലും ആദായം എടുക്കാനൊക്കെ ഉണ്ട്. ഒന്നുമില്ലാത്തതുകൊണ്ട് കാട് കയറിയിരിക്കുന്നത്. പെട്ടെന്ന് കാടും കയറും കേട്ടോ ഒരു വയക്കിട്ടാലും. എന്നാൽ ഫ്രണ്ടിലിങ്ങനെ കാടായിട്ടിരിക്കുന്നത്. ഇതൊക്കെ വണ്ടി പോകുന്ന റോഡാണ്. ഒരു സൈഡിൽ ഇത് തോടാണ് കേട്ടോ. മഴക്കാലമാകുമ്പോൾ ഇതിലേക്കൂടെ വെള്ളം പോവും. ഇതിലേ വെള്ളം അങ്ങനെ പോയിട്ട് ആ വെള്ളം, അവിടെ ഒരു പുഴയുണ്ട്. ഈ വീഡിയോക്കകത്ത് ഞാനൊരു പുഴ ഫസ്റ്റ് കാണിക്കുന്നില്ലേ, ആ ഡാമൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അങ്ങോട്ടേക്കാണ് ഇരുന്നത്. അപ്പോൾ മഴക്കാലമാകുമ്പം താറാവ് ഇതിനകത്തിരുന്ന് നീന്തി പോകുമോയെന്ന് അറിയത്തില്ല. വെള്ളം കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം കാണുമ്പോൾ പോകുമോയെന്ന് അറിയത്തില്ല. എൻ്റെ ചെടിയുടെയൊക്കെ ശോചനീയാവസ്ഥ അല്ലേ. ഇത് ഞാൻ ഓണത്തിന്, ഈ പ്രാവശ്യത്തെ ഓണത്തിന് പൂക്കളിടാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. പടർമുല്ല അങ്ങനെ ഉണ്ടായതാണ്. ഇതുണ്ടോ, ഇപ്പം എൻ്റെ വിത്തിട്ടിട്ട് കേൾക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ചെടികളൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ ചെടികളോടൊന്നും വലിയ ക്രേസൊന്നുമില്ല. ഇവിടെ വന്ന സമയത്ത് ഒരു എക്സിബിഷൻ എന്തോ പോയപ്പം വാങ്ങിയതാണ്. അതിനകത്തിരിക്കുന്നത് കടലാസ് റോസ. അത് പിന്നെ ഇതിൻ്റെ പേരെന്നായിരുന്നു മറന്നുപോയി ഞാൻ. ഇതുണ്ട്, ഇതാണ് എൻ്റെ കൃഷികൾ. അല്ലാതെ പ്രത്യേകിച്ച് കൃഷിയല്ല, ചെടി. അങ്ങനെ ചെടിയോട് വലിയ ക്രേസൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ.
എൻ്റെ താറാവ്. താറാക്കുട്ടൻ പാവം ഒറ്റയ്ക്കായിപ്പോയി, മറ്റൊന്നില്ലാത്തതുകൊണ്ട് അവന് ഒറ്റയ്ക്ക. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ദിവസം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം ഓക്കെ. ഇതെന്താ, എൻ്റെ കപ്പളങ്ങ മരം, കപ്പളം. ഇത് അവിടെയാണ് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. പക്ഷേ കറണ്ടിൻ്റെ ഈ ലൈൻ കമ്പി വരുമല്ലേ, അപ്പോൾ അത് മിക്കവാറും മുറിച്ച് കളയേണ്ടി വരും. അപ്പം ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ. പാലിവിടെ കയ്യിൽ തന്നെയുണ്ട്. ചായ കുടിക്കുമ്പം കാണാം. ഉള്ളിലേക്ക് കയറത്തില്ല, അപ്പം ടി വിയുടെ ഒച്ച വെച്ചാക്കുന്നതുകൊണ്ട്. ജുവാൻ എണീറ്റെന്ന് തോന്നുന്നു, ഞാൻ പോയിട്ട് നോക്കട്ടെ. ചായ തിളപ്പിക്കാൻ വെച്ച കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ടത്. എനിക്ക് പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കുന്നത് ചിന്തിക്കാനേ വേണ്ടു. പഞ്ചസാര വേണം, എന്നാലേ ഇഷ്ടമുള്ളൂ. ശരിയാ, പഞ്ചസാര ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ അറിയാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അറിയായിരിക്കും അല്ലേ? ഓക്കെ. ഇനി ഇപ്പം ഏലക്ക ചായ വെക്കാം. നമ്മൾ കുറച്ച് ദിവസം ഏലക്ക ചായ കുടിച്ചിട്ട് ഏലക്ക ചായ കുടിക്കും. ഞാൻ ഓൾറെഡി ഏലക്ക ഇങ്ങനെ ആണല്ലോ പഞ്ചസാരയും കൂട്ടിയിട്ട് മിക്സിക്കകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആവശ്യത്തിന് അങ്ങോട്ടേക്ക് എന്താ എടുത്തിട്ടാൽ മതിയില്ല. കുറച്ച് ഏലക്ക ശക്കലിട്ടാൽ മതി, കാരണം നല്ല ഏലക്ക തന്നെയാണ്. അപ്പം നല്ല ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും. കുറച്ചേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കുത്തലായിരിക്കും. ഇനി ചായപ്പൊടി. ഈ കാപ്പി, കട്ടൻ കാപ്പി ഇഷ്ടമാണ്, പക്ഷെ പാലൊഴിച്ചിട്ടുള്ള കാപ്പി എനിക്കങ്ങനെ ഇഷ്ടമില്ല. പാലൊഴിച്ച് എനിക്ക് ചായ തന്നെയാണ് ഇഷ്ടം. ഞാൻ എത്ര ഗ്ലാസ് ചായ കിട്ടിയാലും കുടിക്കും കേട്ടോ. 1 ഗ്ലാസോ 2 ഗ്ലാസോ 3 ഗ്ലാസോ ഒക്കെ കിട്ടിയാൽ കുടിക്കും. ഇപ്പം ഇച്ചിരി കുറച്ച് കൊണ്ടിട്ട്, കാരണം ഇപ്പം ചായ കുടിക്കുമ്പോൾ എനിക്ക് 1 ഗ്ലാസ് കുടിച്ച് കഴിയുമ്പോൾ പിന്നെ 1 ഗ്ലാസ് കൂടി കുടിക്കുമ്പോഴേക്ക് എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തന്നെ നിൽക്കത്തില്ല. പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ. അവിടെ എനിക്കും കുറച്ച് ചായ ഒരു ഗ്ലാസ്സൊക്കെ ആക്കി ഒതുക്കി. എന്നാലും ഇപ്പം ഇട്ടാക്കുന്നത് ഫുള്ള് കുടിക്കണം. പിള്ളേർക്ക് ഓരോ ഗ്ലാസ് കൊടുക്കും, ബാക്കി ഫുള്ള് ഞാൻ കുടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. നോക്കാം. അപ്പം ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. ചായക്ക് കടി ഇതാ തക്കാളിയുടെ ആ മുറുക്കില്ലേ, മീൻസ് ടൊമാറ്റോ സോസൊക്കെ ഇട്ടുണ്ടാക്കുന്ന അതും ക്രീം ബന്നും ഞാൻ എനിക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചതാണ്. അവിടെ ജോഷു കഴിക്കൂല, ജോഷുവിന് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. ചേട്ടായും ജുവാനും കഴിച്ചു, പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കും എടുത്തു വെച്ചു. അപ്പം ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. സമയം 12:35 ആയിട്ട് വെളുപ്പിനെ. ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. അത് രണ്ടും കൂടി ഇരിക്കും നോക്കും. ഒരുത്തൻ താമസിച്ച് ഉറങ്ങിയിട്ട് 10 മണിയൊക്കെ എണീറ്റു. ണ്ട് എമ്പുരാൻ സിനിമ OTT എമ്പുരാൻ റിലീസായില്ലായിരുന്നു, അത് കണ്ട് ഞങ്ങൾ താമസിച്ചതാ. നമ്മളെന്നെ കഴിച്ചേന്ന് പറഞ്ഞ രാത്രിക്ക് വെള്ളയപ്പം കഴിച്ചല്ലേ. നമ്മളെ സിനിമ കണ്ടോ? ഏത് സിനിമ കണ്ടേ? എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്, ബൈ ബൈ. പിന്നെ കാണാന്ന് പറ. ബൈ.